നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി CMRL നടത്തിയ സാമ്പത്തിക ഇടപാടിൽ 3 വർഷം മുമ്പേ പ്രാഥമിക വിവരശേഖരണം നടത്തിയതിനാൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇഡിക്ക് എളുപ്പമാകും. ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ 2021 ഇഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുലമായ നീക്കങ്ങൾ അന്ന് 2 കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു. കൊച്ചിയിലെ IT പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് CMRLന്റെ 2016 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിനാലാണ് 135.54 കോടി രൂപയുടെ പൊരുത്തക്കേട് അന്ന് കണ്ടെത്തിയത്. തുടർന്നായിരുന്നു ഇഡിയുടെ പ്രാഥമിക അന്വേഷണം. CMRLുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു. ആദായനികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജിക് കമ്പനി ബംഗളൂരുവിലെ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത്. 2022 നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു. വീണയുടെ കമ്പനിക്ക് വായ്പയായി 78 ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്തയ്ക്ക് പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെതിരെ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു. ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇഡി തൽക്കാലം നിർത്തിയത്. 1 വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത്. 73.38 കോടി രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡിൽ CMRL വാദിച്ചത്. എന്നാൽ മൊത്തം 135.99 കോടി രൂപ വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിന് 81.51 കോടിക്ക് നികുതി അടയ്ക്കണമെന്നായിരുന്നു ബോർഡിന്റെ തീർപ്പ്. വീണയ്ക്കും കമ്പനിക്കും നൽകിയ 1.72 കോടി രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിന് നികുതി നൽകണമെന്നും വിധിച്ചു. ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റിയും അനുവദിച്ചു. എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കുകളിലും രേഖകളിലും കളവോ കൃത്രിമോ നടന്നുവെന്ന് SFIO ഇഡി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഈ സംരക്ഷണം കൂടി നഷ്ടമാകും. ഇതിനിടെ എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ 12 കമ്പനികളിൽ 6 എണ്ണത്തിന്റെ പ്രതിനിധികളോട് മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി 15-ന് അവസാനിച്ചിരുന്നു. ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. SFIO അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ KSIDC സമർപ്പിച്ച ഹർജിയും 5-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഏതായാലും CMRLുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീർച്ചയായും വീണ പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ ജയിലിലേക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കുറച്ച് നൂലാമാലകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ എല്ലാ രീതിയിലും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇഡിയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും, SFIO പോലുള്ള അന്വേഷണ ഏജൻസികളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ ഈ കേസിൽ തീർച്ചയായും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. ഇനി അതിനുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.